അപ്സ്റ്റോക്സിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പൊസിഷൻസിന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം എന്നുള്ളത് വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് നമ്മൾ എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം എന്നുള്ളതും വിവിധ തരത്തിലുള്ള ഓർഡർ ടൈപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോസിലൂടെ നമുക്ക് എൻ്റർ ചെയ്തൊരു പൊസിഷനെ, അത് ബൈ ചെയ്തൊരു പൊസിഷൻ ആയിക്കോട്ടെ, ഇൻട്രാഡേയിൽ ഷോർട്ട് ചെയ്തൊരു പൊസിഷൻ ആയിക്കോട്ടെ, അതിനെങ്ങനെ ഒരു ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം വിശദമായിട്ട് മനസ്സിലാക്കാം. ഞാനിവിടെ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാനായിട്ട് പോവാണ്. ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഞാനിവിടെ ബൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടെ സെർച്ച് ചെയ്തെടുക്കുന്നു ടാറ്റ സ്റ്റീൽ. ഓക്കെ, ഞാനിവിടെ ടാറ്റ സ്റ്റീൽ എന്ന് സെർച്ച് ചെയ്തെടുക്കുമ്പോൾ ടാറ്റ സ്റ്റീലിന്റെ ഇപ്പോഴത്തെ സ്റ്റോക്കിന്റെ പ്രൈസ് 167 രൂപ 50 പൈസയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഞാനിവിടെ ബൈ കൊടുക്കുന്നു. ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് ഓർഡർ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ മാറ്റിയിട്ട് വെറും മാർക്കറ്റ് ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം. ദെൻ ഞാനിവിടെ ലിമിറ്റ് ഓർഡർ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിന് താഴെ വരുമ്പോൾ ബൈ ചെയ്യാം. ദെൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ ബൈ ചെയ്യാം. അപ്പൊ ഇതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വരുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിന് താഴെയോ മാർക്കറ്റ് പ്രൈസിന് മുകളിലോ ഒക്കെ ബൈ ചെയ്യാം. എനിവേ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യുന്നു. ഈ ബൈ ചെയ്ത പൊസിഷനെ എങ്ങനെ നമുക്കൊരു ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഇട്ട് വെക്കാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഞാനിവിടെ റിവ്യൂ ബൈ ഓർഡർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓർഡർ എനിവേ എൻ്റെ ഓർഡർ ഇവിടെ ക്ലോസ്ഡ് ആയി. ഓക്കെ, ക്ലോസ്ഡ് ഓർഡേഴ്സിൽ ഇവിടെ ഒന്ന് കിടക്കുന്നു. ഓർഡർ ക്ലോസ് ആയി, കാരണം മാർക്കറ്റ് പ്രൈസിലാണ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. പോർട്ട്ഫോളിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ടാറ്റ സ്റ്റീൽ ഞാൻ ബൈ ചെയ്ത ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ബൈ ചെയ്ത പ്രൈസ് ഇവിടെ കാണിക്കുന്നു. ഞാൻ ബൈ ചെയ്ത പ്രൈസ് 167 രൂപ 59 പൈസയായി. ഇനി വില കൂടി ഒരു 170 എനിക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യണം. അഥവാ വില കുറഞ്ഞ ഒരു 165 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണം. എനിക്ക് ഫുൾ ടൈം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മാർക്കറ്റിൽ നോക്കിയിരുന്നിട്ട് എപ്പോഴാണോ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആവുന്നത്, എപ്പോഴാണോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത്, അപ്പൊ നോക്കിയിട്ട് എനിക്ക് എക്സിറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്കൊരു ഓർഡർ മുൻകൂട്ടി പ്ലേസ് ചെയ്യാൻ പറ്റും. എങ്ങനെ മുൻകൂട്ടി പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ടാർഗറ്റ് ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാം. 167 രൂപക്കാണ് ഞാനിപ്പോൾ ബൈ ചെയ്തത്. 170 രൂപയിലെത്തുമ്പോൾ എനിക്കൊരു ടാർഗറ്റ് പ്ലേസ് ചെയ്യണം. ജസ്റ്റ് ആ ഒരു പൊസിഷൻസിൽ നമ്മൾ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സ്ക്വയർ ഓഫിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് പ്രത്യേകിച്ച് പൈസ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മൾ മാർക്കറ്റ് പ്രൈസിലല്ല എക്സിറ്റ് ചെയ്യുന്നത്, നമ്മളിവിടെ ബൈ ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടെ ഹയർ പ്രൈസിലാണ് സെല്ല് ചെയ്യേണ്ടത്. അപ്പൊ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഡറാണ് ലിമിറ്റ് ഓർഡർ. കഴിഞ്ഞ വീഡിയോസുകളിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ബൈ പൊസിഷന് ഒരു ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മാർക്കറ്റിലാണ് കിടക്കുന്നത്. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായി? അത് ലിമിറ്റ് ഓർഡറായി. 167 രൂപയാണ് എനിക്ക് ബൈ ചെയ്യേണ്ടത്. 170 എത്തുമ്പോഴാണ് എൻ്റെ ടാർഗറ്റ് 170. അപ്പോൾ ഞാനിവിടെ 170 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 170 എന്ന് ടൈപ്പ് ചെയ്തിട്ട് റിവ്യൂ സെൽ ഓർഡർ കൊടുക്കുന്നു, സബ്മിറ്റ് ഓർഡർ കൊടുക്കുന്നു, ഓർഡർ ചെയ്യുക. അപ്പൊ എൻ്റെ ഓപ്പൺ ഓർഡേഴ്സിൽ ടാറ്റ സ്റ്റീലിന്റെ ടാർഗറ്റ് ഓർഡർ ഇവിടെ നിന്ന് കിടക്കുന്നു. 167 രൂപക്കാണ് ബൈ ചെയ്തത്. 170 എത്തുമ്പോൾ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആവും. ഇപ്പൊ നമ്മൾ ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും ടാർഗറ്റ് പ്ലേസ് ചെയ്യുക. ഇനി എനിക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് അവിടെ 170 എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ആയിക്കോളും. ഇപ്പൊ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഓർഡർ. ഇനി നമ്മൾ ബൈ ചെയ്ത ഭാഗത്തു നിന്ന് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിലോ 167.5 ഇപ്പോൾ ഉള്ളത്. അത് 167, 166, 165 അങ്ങനെ താഴേക്ക് വരും തോറും നമുക്ക് ലോസ് കൂടി വരും. അപ്പൊ നമ്മുടെ ലോസിന് എവിടെയെങ്കിലും വെച്ചിട്ട് ലിമിറ്റ് ചെയ്യണം, ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ ടാർഗറ്റ് വെച്ച പോലെ തന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ അത് സ്ക്വയർ ഓഫ് കൊടുക്കുന്നു. സ്ക്വയർ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡർ യൂസ് ചെയ്യാം. ലിമിറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് വെക്കാനാണ്. നമ്മളിവിടെ വന്നിട്ടുള്ളത് സ്റ്റോപ്പ് ലോസ് വെക്കാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അതിപ്പോ എനേബിൾ ആയി. ദെൻ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 165 എത്തുമ്പോൾ എൻ്റെ ടാർഗറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കോളൂ. അപ്പൊ നമുക്ക് ഇവിടെ 165 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ കണ്ടോ ലിമിറ്റ് ഓർഡർ, ലിമിറ്റ് പ്രൈസ് മസ്റ്റ് ബി ലോവർ ദാൻ ഓർ ഈക്വൽ ടു ദ ട്രിഗർ പ്രൈസ്. അപ്പൊ 165 എത്തുമ്പോൾ എൻ്റെ ഓർഡർ ട്രിഗർ ആയിക്കോളൂ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റും കൂടെ പ്ലേസ് ചെയ്യാം. 164 താഴെ പോയിട്ട് ഒരിക്കലും
ആ ഓർഡർ എക്സിക്യൂട്ട് ആവരുത്. ഇപ്പൊ സാധാരണ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിമിറ്റ് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് ആവശ്യമില്ല. കാരണം 165 എത്തുമ്പോൾ തന്നെ ഒരുപാട് നേരം 165 ട്രേഡ് ചെയ്തിട്ടൊക്കെ ഉള്ളൂ 164 എത്തുള്ളൂ. ഓപ്ഷൻസിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ SL സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ഇക്വിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ടൈപ്പ് ചെയ്യണം എന്നില്ല. അപ്പൊ അത് നമുക്ക് ഡിസേബിൾ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഇവിടെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആയി. അപ്പൊ ഇനി 165 എത്തുമ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കോളും. ജസ്റ്റ് ഞാനിവിടെ റിവ്യൂ സെൽ ഓർഡർ കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു, ഓർഡർ എനിവേ. അപ്പൊ എന്റെ ഓപ്പൺ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ എന്റെ ടാർഗറ്റ് ഓർഡറും കിടക്കുന്നുണ്ട്, എന്റെ സ്റ്റോപ്പ് ലോസ് ഓർഡറും അവിടെ കിടക്കുന്നുണ്ട്. 170 വെച്ചിട്ടുള്ള ടാർഗറ്റ് ലിമിറ്റ് ഓർഡറും കിടക്കുന്നുണ്ട്, 165 വെച്ചിട്ടുള്ള എന്റെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി രണ്ട് സാധ്യതകളല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ടാർഗറ്റ് ഹിറ്റാവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ചിലപ്പോൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഹിറ്റായില്ല എന്നും വന്നേക്കാം. അപ്പൊ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഓർഡർ എന്തായി, ക്യാൻസലായി, എക്സിക്യൂട്ട് ആയി. സ്റ്റോപ്പ് ലോസ് ഓർഡർ വന്നിട്ട് നമ്മൾ മാനുവലി ക്യാൻസൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുന്നതെങ്കിൽ ടാർഗറ്റ് ഓർഡർ മാനുവലി ഒന്ന് ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് രണ്ടും ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡ് ആവുമായിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. ഓട്ടോ സ്ക്വയർ ഓഫ് ടൈമിന് മുമ്പായിട്ട് നമ്മൾ വന്നിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ബൈ ചെയ്തൊരു പൊസിഷന് എങ്ങനെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇട്ട് കൊടുക്കാം എന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അതിൽ ഷോർട്ട് ചെയ്ത പൊസിഷൻ ആണെങ്കിലോ അതിനും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ സെല്ല് ചെയ്യാൻ വരികയാണ്. ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇൻട്രാഡേയിൽ മാത്രമേ ഇക്വിറ്റിനെ ഷോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് അല്ല മാർക്കറ്റ് പ്രൈസിൽ ഷോർട്ട് ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസിൽ ഇൻട്രാഡേയിൽ ഒരു ക്വാണ്ടിറ്റി ഷോർട്ട് ചെയ്യുന്നു, സെല്ല് കൊടുത്തു, ഓർഡർ എനിവേ. എന്റെ പൊസിഷൻ സെല്ലായി. എന്റെ പോർട്ട്ഫോളിയോയിൽ വന്നു കഴിഞ്ഞാൽ പൊസിഷൻസിൽ ഇത് ആ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഒരു സ്റ്റോക്ക് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെ നമുക്കൊരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് വെക്കാം? നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ടാർഗറ്റ് ആണ് വെക്കുന്നതെങ്കിൽ എപ്പോഴും ലിമിറ്റ് ഓർഡർ അല്ലെ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, സ്ക്വയർ ഓഫ് ക്ലിക്ക് ചെയ്യും. സ്ക്വയർ ഓഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ചൂസ് ചെയ്യാം. എനിക്ക് മാർക്കറ്റ് പ്രൈസിലല്ല, എനിക്ക് ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് ഒരു ടാർഗറ്റ് ആണ്. അപ്പൊ ഞാനിവിടെ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രൈസ് താഴേക്ക് വരുമ്പോഴാണ് എനിക്ക് എന്ത് വരുള്ളൂ, പ്രോഫിറ്റ് വരുള്ളൂ. മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ ബൈ ചെയ്യണം. ലിമിറ്റ് ഓർഡർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതാ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ഓർഡർ ആക്കി കൊടുക്കാം. 412 രൂപയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ അറൗണ്ട് ബൈ ചെയ്ത പ്രൈസ്. എനിക്ക് 412 രൂപയ്ക്ക് ടാർഗറ്റ് വെക്കേണ്ട, വില കുറഞ്ഞൊരു 405 രൂപ എത്തുമ്പോൾ എന്റെ ടാർഗറ്റ് ഹിറ്റ് ആയിക്കോട്ടെ. 405 എന്റെ ടാർഗറ്റ്. ഓർഡർ എനിവേ കൊടുക്കുന്നു. ഓപ്പൺ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ടാർഗറ്റ് ഓർഡർ. ഇതുപോലെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡറും കൊടുക്കാം. പോർട്ട്ഫോളിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു, ഭാരത് ഇലക്ട്രോണിക്സ് പൊസിഷൻസിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉണ്ട്. അഗെയിൻ സ്ക്വയർ ഓഫ് കൊടുക്കുന്നു. സ്ക്വയർ ഓഫ് കൊടുത്ത സമയത്ത് കണ്ട ഒരു ക്വാണ്ടിറ്റി സ്റ്റോപ്പ് ലോസ് ആണ് വെക്കുന്നത്. സോ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നു. ദെൻ ഞാനിവിടെ ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും വെക്കുന്നില്ല, വെറും ട്രിഗർ മാത്രമേ വെക്കുന്നുള്ളൂ. 412 രൂപക്കാണ് ഞാൻ സെല്ല് ചെയ്തിട്ടുള്ളത്. ഇനി വില കൂടിക്കൂടി മുകളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ലോസ് ആണ്. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്ന മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ 415 വരെയാണെങ്കിൽ അവിടെ 415 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ റിവ്യൂ ബൈ ഓർഡർ, സബ്മിറ്റ്. ദെൻ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇതാ കിടക്കുന്നു. ദെൻ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ ഓർഡർ ഇട്ട് വെക്കുന്നതിനോ മോഡിഫൈ ചെയ്യുന്നതിനോ ക്യാൻസൽ ചെയ്യുന്നതിനോ ഒന്നും പ്രത്യേകിച്ച് ചാർജസ് വരില്ല. എക്സിക്യൂട്ട് ആയ ഓർഡേഴ്സിന് മാത്രമേ ചാർജസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് അപ്സ്റ്റോക്സിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ വെക്കാം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.